വിദേശത്തും ഒരു ഭാരതമുണ്ടെന്നറിയാമോ? ഇന്ദിരാഗാന്ധി ഛോട്ട ഭാരത് എന്നാണ് ആ രാജ്യത്തെ വിശേഷിപ്പിച്ചത്. അതായത് ഇന്ത്യ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മൗറീഷ്യസ് എന്ന രാജ്യത്തെക്കുറിച്ചാണ് ഇന്ദിരാഗാന്ധി സൂചിപ്പിച്ചത്. അവിടെ ആകെ 12 കോടി ജനസംഖ്യയാണ്. അതിൽ 8 കോടിയും, അതായത് 70% ഇന്ത്യൻ വംശജരാണ്. പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി തോട്ടം തൊഴിലാളികളായി കൊണ്ടുപോയവരാണ്. യു പിയിലും ബീഹാറിലുമുള്ളവരാണ് ബഹുഭൂരിപക്ഷവും. തമിഴ്നാട്ടുകാരുമുണ്ട്. അവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് മൗറീഷ്യസിൽ മുഴുവനും. അതായത് ഈ നേരത്തെ പറഞ്ഞ 70% അധികം വരുന്ന ആൾക്കാർ. അവിടെ ഭരിക്കുന്നതും അവരാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഒരു ഫ്രഞ്ചുകാരൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്ത്യൻ വംശജരാണ് അവിടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു ഇന്ത്യക്കാരനും അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രസിഡൻ്റായിട്ട്. അദ്ദേഹം തമിഴ്നാട്ടിലാണ് ജനിച്ചത്. അദ്ദേഹം അവിടെ കുടിയേറിയതാണ്, പക്ഷേ ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു. അതാണ് അങ്കിടി വീരയ്യ ചെട്ടിയാർ. അദ്ദേഹം 2002 അവിടെ പ്രസിഡൻ്റായിരുന്നത്. വെറും കുറച്ച് പ്രദേശമാണ്, ഒരു ദ്വീപ്. അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് തന്നെ പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ മഹാസമുദ്രത്തിലെ ദ്വീപാണ്, അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് അത് പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ അത്രയേ ഉള്ളൂ ഈ മൗറീഷ്യസ്. വളരെ ചെറിയൊരു പ്രദേശമാണ് ഭൂവിസ്തൃതിയിലെല്ലാം. പക്ഷേ ഇപ്പോൾ ആഗോള തലത്തിൽ വളരെ സമ്പന്നമായൊരു രാജ്യം കൂടിയാണ് ഈ മൗറീഷ്യസ്.